ഊട്ടുപാറയിലേക്കുള്ള ചെറിയൊരു യാത്രയിലാണ് നമ്മളിപ്പോഴുള്ളത്. കോട്ടയം ജില്ലയിൽ പൊന്തമ്പുഴ വനത്തിനുള്ളിലുള്ള അതിമനോഹരമായ ഒരു സ്ഥലമാണ് ഊട്ടുപാറ. വലിയൊരു പാറ, അതിനു മുകളിൽ നിന്നുള്ള മനോഹരമായ കാഴ്ചകൾ കാണുവാൻ വേണ്ടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സമയം ഇപ്പോൾ കൃത്യം 7 മണിയായിട്ടുണ്ട്. പൊന്തമ്പുഴ ജംഗ്ഷനിൽ നിന്നും ഏകദേശം 1.5 കിലോമീറ്ററോളം സഞ്ചരിച്ചാൽ നമുക്ക് ഊട്ടുപാറയിലേക്കുള്ള വഴിയിൽ എത്തിച്ചേരാൻ സാധിക്കും. ഒരു 6 മണി 6:30-ക്കുള്ളിൽ വനത്തിനുള്ളിലേക്ക് പ്രവേശിക്കണമെന്നായിരുന്നു ആഗ്രഹം. എന്നാൽ ചില കാരണങ്ങൾ കൊണ്ട് നമ്മൾ കുറച്ച് വൈകിപ്പോയി. അതിരാവിലെ ആയതുകൊണ്ട് തന്നെ കാട്ടുമൃഗങ്ങളുടെ ശല്യം ഉണ്ടാകുമോ എന്നുള്ള ചെറിയൊരു പേടിയുണ്ടായിരുന്നു. പക്ഷെങ്കിൽ പൊന്തമ്പുഴ വനത്തിൽ ആകപ്പാടെ ഉള്ളത് പന്നിയുടെ ശല്യം മാത്രമാണ്. മറ്റ് വന്യജീവികളൊന്നും ഇവിടെയില്ല. പന്നി ഉണ്ടെങ്കിൽ തന്നെയും അത് കാടിനുള്ളിലേക്ക് നമ്മൾ കയറിപ്പോയാൽ മാത്രമേ പന്നിയെയൊക്കെ കാണാൻ സാധിക്കത്തുള്ളൂ. എന്നാലേ നമുക്ക് കാടിനുള്ളിലേക്ക് പ്രവേശിക്കാനുള്ള അനുമതിയില്ല. നമ്മൾ കയറി വരുന്നിടത്ത് പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്, വനത്തിനുള്ളിലേക്ക് അതിക്രമിച്ച് കിടക്കാൻ പാടില്ല, അത് കുറ്റകരമാണ് എന്നുള്ളതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ നേരെ ഊട്ടുപാറ ലക്ഷ്യമാക്കിയാണ് പോകുന്ന വഴി നമുക്ക് ഒരുപാട് കാട്ടുകോഴികളെയൊക്കെ കാണാൻ സാധിക്കും. പക്ഷെങ്കിൽ നമ്മൾ ക്യാമറയിൽ അത് പകർത്തിയെടുക്കാൻ പറ്റില്ല, കാരണം നമ്മൾ ഒരുപാട് ദൂരെ ആയിരിക്കും കാണുന്നത്. നമ്മൾ അടുത്തോട്ട് ചെല്ലുമ്പോഴത്തേക്ക് കാട്ടുകോഴിയൊക്കെ അത് അതിൻ്റെ പാട്ടിന് പോകും. വനത്തിൽ കൂടെയുള്ള മനോഹരമായ മഞ്ഞ് മൂടിക്കിടക്കുന്ന ആ പാതയിലൂടെയുള്ള ഒരു യാത്ര പ്രതീക്ഷിച്ചാണ് നമ്മൾ രാവിലെ വന്നതെങ്കിലും നമ്മൾ പ്രതീക്ഷിച്ച പോലുള്ള മഞ്ഞൊന്നുമില്ല. ഊട്ടുപാറയിലേക്ക് ചെല്ലുമ്പോഴും ഇതേ അവസ്ഥയാകാനാണ് സാധ്യത എന്നാണ് ഇപ്പോൾ തോന്നുന്നത്. മഞ്ഞ് പ്രതീക്ഷിച്ച് വന്നിട്ട് തീരെ മഞ്ഞില്ലാത്ത ഒരു അവസ്ഥയാണ്. അതുപോലെ തന്നെ 7 മണിയൊക്കെ ആയപ്പോഴത്തേക്കും തന്നെ വനത്തിനുള്ളിലേക്ക് നല്ല രീതിയിൽ പ്രകാശം വീണിട്ടുണ്ട്. ഇച്ചിരി കൂടി ഇരുണ്ട ഒരു സമയത്ത് മഞ്ഞ് മൂടിക്കിടക്കുന്ന വഴിയിലൂടെ സഞ്ചരിക്കുക എന്നതായിരുന്നു ആഗ്രഹം. ഇവിടുന്ന് ഏകദേശം ഒരു 15-20 മിനിറ്റോളം വരും നമുക്ക് ഊട്ടുപാറയിലേക്ക് എത്തിച്ചേരാൻ. ഈ ഒരു വഴി നേരെ പോകുന്നത് ഊട്ടുപാറയിലേക്കാണ്. അതുപോലെ തന്നെ ഊട്ടുപാറയുടെ തൊട്ട് അടുത്തായിട്ടൊരു പൊതു ശ്മശാനവുമുണ്ട്. അങ്ങോട്ട് പോകാനുള്ള വഴി അറിയുകയാണെങ്കിൽ നമുക്ക് അവിടെയും കൂടെ ഒന്ന് പോയിട്ട് വരാം. വഴി അറിയില്ലെങ്കിൽ അങ്ങോട്ട് പോകാൻ പറ്റുകയില്ല. കാരണം വഴി അറിയാതെ വനത്തിനുള്ളിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ, പെട്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു വരാൻ കുറച്ച് ബുദ്ധിമുട്ടും. അതും പ്രത്യേകിച്ച് ശ്മശാനത്തിൻ്റെയൊക്കെ അടുത്തിട്ട് പോകുമ്പോൾ ഉള്ളിലൊരു ചെറിയ ഭയം കൂടി വരും. നമ്മൾ പോകുന്ന വഴിയിൽ മനോഹരമായ കാഴ്ചകളൊക്കെയാണ് കാണാനുള്ളത്. അതായത് വനത്തിൽ കൂടെയുള്ള യാത്രയിൽ വഴിയുടെ ഇരു സൈഡിലും വലിയ വലിയ വൃക്ഷങ്ങളും വഴിയിലേക്ക് ഒടിഞ്ഞു വീണ് കിടക്കുന്ന വൃക്ഷങ്ങളും ഒക്കെ കണ്ടുകൊണ്ടുള്ള മനോഹരമായ ഒരു യാത്രയാണിത്.